നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഈ വിഷയത്തിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ MLAക്കെതിരായിട്ടുള്ള കേസിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം നടപടികൾ ഇപ്പോൾ ആരംഭിച്ചുവെങ്കിലും ഈ കേസ് നിയമപരമായിട്ട് നിലനിൽക്കുന്നതിൽ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം ഇരകളെന്ന് ആരോപിക്കപ്പെടുന്നവർ ഇതുവരെ ഔദ്യോഗികമായിട്ട് പരാതി നൽകാത്തതിനാൽ കേസിൻ്റെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ സംബന്ധിച്ച് ആശങ്കയാണ്. കാരണം നിരവധിയായിട്ടുള്ള മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നതിനാൽ തന്നെ ഈ മൊഴികൾ കേസിൽ നിർണായകമാകും. ഇവിടെ ക്രൈംബ്രാഞ്ച് ആകട്ടെ നിലവിൽ പരാതിക്കാരിൽ ഒരാളായിട്ടുള്ള അഡ്വക്കേറ്റ് ഷിൻഡോയുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ നൽകിയാൽ അത് അന്വേഷണത്തിന് സഹായകമാകുമെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട്. ശബ്ദരേഖകളുടെ ആധികാരികത പരിശോധിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ടവരുടെ മൊഴികൾ രേഖപ്പെടുത്താനും തീരുമാനമുണ്ട്. ഇരകൾ നേരിട്ട് പരാതി നൽകിയാൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് ഈ കേസിൽ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലപാട്. ഏതായാലും ഈ കേസ് നിലനിൽക്കണമെങ്കിൽ നേരിട്ടുള്ള തെളിവുകളും മൊഴികളും നിർണായകമായതിനാൽ തന്നെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പരാതിക്കാരിൽ ഒരാളായിട്ടുള്ള അഡ്വക്കേറ്റ് ഷിൻഡോയുടെ മൊഴിയിലാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ 3 വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമെന്ന് മാതൃഭൂമിയിൽ ഒരു വാർത്ത വന്നിരുന്നുവെങ്കിലും പിന്നീട് അത് പിൻവലിക്കുകയുണ്ടായി. അതേസമയം MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പാലക്കാട് പ്രതിഷേധങ്ങൾ ഇപ്പോൾ കത്തിക്കയറുകയാണ്. രാഹുലിന് പിന്തുണ നൽകുമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവർത്തിക്കുന്നതിനിടെയാണ് DYFIയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധം അവിടെ നടക്കുന്നത്. MLAയുടെ രാജി ആവശ്യപ്പെട്ട് DYFIക്കാർ ജില്ലാ കമ്മിറ്റി വനിതാ സംഗമം സംഘടിപ്പിക്കുകയും ചെയ്തു. രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ തടയുമെന്ന് DYFIയും BJPയും നേരത്തെ വെല്ലുവിളിച്ചിരുന്നു. കോൺഗ്രസിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള പിന്തുണ ഇപ്പോൾ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ കഴിഞ്ഞ ദിവസം രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടും പോലീസിനെ പരിഹസിച്ചുമാണ് MM ഹസൻ പ്രതികരിച്ചത്. അതായത് അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ പരാതിക്കാരുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ പോലീസ് എന്ന് MM ഹസൻ പരിഹസിച്ചു. രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും സ്വന്തം പാർട്ടിയിലെ സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും ഹസൻ ആരോപിച്ചു. രാഹുലിനെതിരെയുള്ള ആരോപണം രാഷ്ട്രീയമായി ഉപയോഗിച്ചാൽ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമസഭയിൽ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് MLA ആണെന്നും നിയമസഭയിൽ പ്രവേശിക്കാൻ MLAമാർക്ക് അവകാശമുണ്ടെന്നും ഷാഫി പറമ്പിലിനെ തടഞ്ഞാൽ കോൺഗ്രസ് അത് നോക്കി നിൽക്കില്ല എന്നും ഹസൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരും പരാതി ഉന്നയിച്ചിട്ടില്ലെന്നും എന്നാൽ മുകേഷ് MLAക്കെതിരായിട്ടുള്ള കേസ് അങ്ങനെയല്ല എന്നും ഹസൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ CPI നേതാവ് ശ്രീജാദേവിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. രാഹുലിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ചാനൽ തനിക്കെതിരെ പരാതിയുണ്ടോ എന്ന് ചോദിച്ച് വിളിച്ചുവെന്ന് അവർ പറയുകയുണ്ടായി. സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാനാണ് അവരുടെ ശ്രമമെന്നും തന്നെ ഇരയാക്കാൻ ഒരു ചാനൽ ശ്രമിച്ചുവെന്നും അവർ ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന അടൂരിലെ ജനപ്രതിനിധിയായിട്ടുള്ള ശ്രീജ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇതൊരു ആസൂത്രിത നീക്കമാണെന്ന് വ്യക്തമാണെന്നും എന്നാൽ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്നുള്ളത് ഇനിയും തെളിയേണ്ടതാണെന്നും അവർ കൂട്ടിച്ചേർത്തു.